بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. ولك الحمد أطاط الله. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ഹജ്ജത്തുൽ വദാഇൽ 1,40,000 പേർ സഹാബികൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ മക്കയിലും മദീനയിലുമായി മരണപ്പെട്ടവർ 50-ൽ താഴെ മാത്രമാണ് ഉള്ളത്. ഈ 1,4 ലക്ഷം സഹാബികളിൽ 50-ൽ താഴെ ആളുകൾ മാത്രമാണ് മക്കയിലും മദീനയിലും കൂടി വഫാത്തായത് എന്ന് പറയുമ്പോൾ എവിടെ പോയി 1,00,000-ൽ പരം സഹാബികൾ എന്ന് നാം ചിന്തിക്കുമ്പോൾ കാണാം. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുമ്പോൾ ഹൽ ബല്ലഗ്തു, എന്നെ അള്ളാഹു ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അത് ബല്ലഗ്ത യാ റസൂലല്ലാഹ്, തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത് വൽ യുബല്ലിഗി ഷാഹിദുൽ ഗായിബ, ഇന്ന് ഇവിടെയുള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് എൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്നായിരുന്നു. ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് മക്കയും മദീനയും വിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയതാണ് 1,00,000-ലധികം സഹാബികളും. ആ സഹാബികളിൽ ചിലർ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് മക്കയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള ചിലർ അവിടെ വന്നപ്പോൾ ഇഖ്ബലുൽ ബുസ്റ, നിങ്ങൾ സന്തോഷ വാർത്ത സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ കൊട്ടക്കണക്കിനൊന്നും പറഞ്ഞു തന്നാൽ പോരാ, ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് നജ്ദിലൊന്ന് വന്ന ആളുകൾ പറഞ്ഞു. ആ പറഞ്ഞത് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഒരു ദുഃഖമായി, ഞങ്ങൾ പോകാൻ തയ്യാറില്ല, ഞങ്ങൾക്ക് അതിൻ്റെ വിശദമായ വിവരം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുഖെല്ലാം തകയ്യറായി, ബേജാറായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ യമനിൽ നിന്ന് കുറേ ആളുകൾ കടന്നു വന്നത്. മറ്റവരോട് പറഞ്ഞതുപോലെ ഈ യമൻകാരോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യഖ്ബലു, നിങ്ങൾ സ്വീകരിക്കണം. ഇത് ലം യഖ്ബലു, നജ്ദുകാർ നമ്മൾ പറഞ്ഞത് കേട്ടില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞത് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ യമൻകാർ ഖബിൽനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അവിടുന്ന് എന്താണ് പറയുന്നത്, ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയെ സമാധാനിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് അൽ ഇൽമു യമാനിയുൻ അൽ ഹിക്മത്തു യമാനിയ, ഇൽമ് ഹിക്മത്ത് അത് യമൻ ഭാഗത്തേക്ക് പോകും, അവിടെ ഇൽമും ഹിക്മത്തും ധാരാളം ഉണ്ടാകും എന്ന്. ആ പറഞ്ഞ യമനിൽ തെരീം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സഹാബികൾ അല്ല, സഹാബികൾക്ക് ശേഷം വന്ന മഹാന്മാരായ ആളുകൾ, ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഹദ്റമൗത്ത് എന്ന സ്ഥലത്തുള്ള പ്രഗൽഭരിൽ നിന്നാണ് ഇവിടുത്തെ ഖുത്ബുസ്സമാൻ മൗലദ്ദബീല അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ളത്. മൗലദ്ദബീല എന്നാണ് അവരുടെ കബീലയുടെ പേര്. അത് ഏറ്റവും പ്രസിദ്ധമായ കബീലയാണ്. ആ കബീലൻ്റെ നേതാവായ മൗലദ്ദബീല അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു അവരിവിടെ വന്നു. കേരളത്തിലേക്കാണ് അവിടുന്ന് വന്നത്. അവർ വന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് ഫളിൽ അലവി മൗലദ്ദബീല അവരും ഉണ്ടായിരുന്നു. ബാപ്പയും മകനും കേരളത്തിൽ വന്നു. ആ വന്നിട്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ താമസിച്ചു. നമ്മൾ സയ്യിദ് അലവി അൽ മമ്പുറമി
എന്ന് നമ്മൾ പറയുന്നത് പിന്നീട് താമസമാക്കിയ സ്ഥലം മമ്പുറമാണല്ലോ. അതുകൊണ്ടാണ് എല്ലാ ഷാറാവും എല്ലാ കവികളും ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഉണ്ടാക്കിയ കവിതകളിൽ മമ്പുറമി എന്ന് കാണാം. നമ്മുടെ മർഹൂം ബാപ്പുസ്ലിയാർ തിരുവരങ്ങാടി റഹ്മത്തുള്ളാഹി അലൈഹി അവരുണ്ടാക്കിയ ഒരു ബെയ്ത്തിലും ബഹുമാനപ്പെട്ടവരെ പറ്റി മമ്പുറമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിന്ന് വന്ന് ഇവിടെ താമസമാക്കിയ ഈ സ്ഥലത്തിൻ്റെ പേര് മമ്പുറമായതുകൊണ്ട് മൗലത്തബീര തങ്ങളെ പിന്നീട് മമ്പുറമി എന്ന പേരിൽ അറിയപ്പെട്ടു വന്നു. അവർ ഇവിടെ വരുന്ന കാലത്ത് എന്തായിരുന്നു ഇവിടുത്തെ ആയതൊന്നും നമുക്ക് ആർക്കും ഓർമ്മയില്ല. ഇപ്പം ഈ ഇരിക്കുന്ന ഒറ്റ കുട്ടിയും അന്ന് ഉണ്ടായിരിക്കുകയില്ല. അതൊക്കെ അതിനുശേഷം ജനിച്ചവരായിരിക്കാം. പക്ഷേ പല കാരണവന്മാരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. മമ്പത്ത് തങ്ങൾ അവിടെ പള്ളി ഉണ്ടാക്കി, ഇവിടെ പള്ളി ഉണ്ടാക്കി, അവിടെ കിബില ധരിച്ചെടുത്ത്, ഇവിടെ കിബില ധരിച്ചെടുത്ത്, പള്ളി ഉണ്ടാക്കേണ്ട കിബില കാണിച്ചു കൊടുത്ത് എന്നൊക്കെയൊക്കെ നമ്മൾ പൂർവികന്മാർ പറഞ്ഞത് കേൾക്കുന്നു എന്നല്ലാതെ അവരുടെ നേരിട്ടുള്ള വാക്ക് കേട്ടവരും കണ്ടവരും ആരും ഇവിടെയില്ല. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവർ വലിയായിരുന്നു. അവരാണ് ഈ മമ്പറത്ത് തങ്ങൾ സയ്യിദ് അലവി കുത്തുബുദ്ധമാനാണ്, ആ കാലഘട്ടത്തിൻ്റെ കുത്തുബാണ് എന്ന് പറഞ്ഞത് തിരൂര് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളാണ്. ഉമർ ഖാദി തങ്ങൾ പറഞ്ഞതുകൊണ്ട് നാട്ടുകാരായ അന്നത്തെ ആലിമീങ്ങൾ എല്ലാവരും ഇവരെ കുത്തുബുദ്ധമാൻ കാലഘട്ടത്തിൻ്റെ കുത്തുബ് എന്ന് വിശ്വസിച്ച് വരികയും പറയുകയും ചെയ്തിരുന്നു. ഒരു കുത്തുബിനെ അറിയണമെങ്കിൽ അത് കുത്തുബിനെ കഴിയുള്ളൂ. ഉമർ ഖാദി റളിയല്ലാഹു വലിയ കുത്തുബ് ആയിരുന്നു, വലിയ മഹാനായ വലിയായിരുന്നു, കറാമത്ത് ഉള്ള ആളായിരുന്നു. റസൂലുള്ളാഹിന്റെ പദവി ചൊല്ലിയിട്ട് സ്വല്ലല്ലാഹു എന്ന ബൈത്ത് ഉണ്ടാക്കി ആ ബൈത്തുമായി മദീനത്തേക്ക് ചെന്ന് സാധുവായ ഉമർ ഇവിടെ തങ്ങളെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ബൈത്ത് അങ്ങോട്ട് ചെല്ലിയപ്പോൾ റൗള ശരീഫിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ഉള്ളിലേക്ക് പോയി തൊട്ടടുത്തു നിന്ന് സലാം പറയുകയും ചെയ്ത വലിയ കുത്തുബായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അവരാണ് ഈ മമ്പുറത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മൗലത്തബീര കുത്തുബുദ്ധമാൻ സയ്യിദ് അലവി തങ്ങളെ സംബന്ധിച്ച് അവർ കുത്തുബ് ആണ്, ഒരു സാധാരണ വലിയ അല്ല എന്ന് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളെല്ലാം അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നിലനിൽക്കുന്നതിന് എപ്പോഴും അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുകയും അവരോടുള്ള മഹബത്ത് നമ്മളെ ഖൽബിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യണം എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നേർച്ച വയ്ക്കലും ഒക്കെ പറഞ്ഞ് ചോറ് വെച്ചെടുക്കുക എന്ന ലക്ഷ്യം അല്ല. അവിടെ എത്ര കിൻഡൽ ചോറ് വെച്ച്, ഇത്ര കിൻഡൽ ഇറച്ചി വെച്ചു, ഇതൊന്നും പറയലല്ല. ഇത് സുന്നത്ത് തന്നെയാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും മാംസം കൊടുക്കലൊക്കെ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായിരുന്ന ഒന്നാമത്തെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതായി കാണാം. ആയിഷ ബീവി പറയുന്നു, മാ ഗിർതു ലിഅഹദിൻ മിൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു ലിഖദീജത്തുൽ കുബ്ര ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറൻ മാ യംദഹുഹാ റബ്ബമാ യദ്ബഹു ശാത്തൻ വയഖ്സിമു ലഹ്മഹാ അലാ സവാഹിബി ഖദീജ. ഞാനിത് പറഞ്ഞപ്പോൾ ചോറ് വെച്ച് കൊടുക്കലും മാംസം കൊടുക്കലും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ ധരിച്ചുകൊണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചരിത്രം പറയുന്നത്. ഖദീജ ബീവിയെ സംബന്ധിച്ച് ആയിഷ ബീവി പറയാണ്, ഇത്ര ഒരു ബഹുമാനം റസൂലുള്ളാഹിക്ക് അവരോട് എത്ര വലിയ മഹബത്താണ് ഉണ്ടായത്. ആയിഷ ബീവി കണ്ടിട്ടില്ലല്ലോ ഖദീജ ബീവിനെ. ഖദീജ ബീവിനെ ആയിഷ ബീവി കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് ആയിഷ ബീവി പറയുന്നത് റുബ്ബമ കസീറമ്മ യംദഹുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയ ഖദീജ ബീവിയുടെ മദ്ഹ് ധാരാളം പറയുമായിരുന്നു. റുബ്ബമ യദ്ബഹു ശാത്തൻ, ചിലപ്പോൾ ആട്ടിനെ വാങ്ങി അറുക്കും, എന്നിട്ട് അതിൻ്റെ ഇറച്ചി എല്ലാവർക്കും കൊടുത്തയക്കും എന്ന്. അപ്പോൾ ഭക്ഷണം കൊടുക്കലും ഇറച്ചി കൊടുക്കലും ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളെ ലക്ഷ്യം എന്താണ്? അഹ്ലു ബൈത്തിനെ
പ്രിയം വെക്കുക, അഹ്ലു ബൈത്തിൻ്റെ മദ്ഹ് പറയുക, അവരുടെ മഹത്വം മനസ്സിലാക്കി അവരോട് നമുക്ക് കൽബിൽ മഹബത്ത് ഉണ്ടായിരിക്കുക. അതിൽ മൗലദ്ദവീര ഇപ്പോഴും തെരീം എന്ന സ്ഥലത്ത് എമ്മിൽ പോയാൽ അവിടെ ഒരു പഴയ വീട് ഞാൻ പോയിട്ടുണ്ട്. ആ വീട് കാണാം, ഇത് മൗലദ്ദവീര തങ്ങന്മാരുടെ വീടാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തെരീം യമനിലെ ഹദ്റമൗത്തിലെ തെരീം എന്ന സ്ഥലത്ത് ചെന്നാൽ ആ മൗലദ്ദവീല സകനു സാദാത്തി മൗലദ്ദവീര തങ്ങന്മാർ താമസിച്ചിരുന്ന വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തെരീമിലെ ഹദ്റമൗത്തിൽ പോയാൽ നമുക്ക് കാണാം. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ പ്രസിദ്ധമായ ഒരു കുടുംബമാണ് മൗലദ്ദവീര. അവരുടെ കബീല ബാലവി കബീലയാണ്. അതാണ് ഹദ്ദാദ് ചെല്ലുമ്പോഴൊക്കെ എല്ലാ സാദാത്തിന ആലി ബാലവി കുടുംബത്തിൽപ്പെട്ട എല്ലാവരും എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഹദ്ദാദിൽ ഫാത്തിഹ മതി ബാലവി ആലി ബാലവി എന്ന് പറയുമ്പോൾ 59 അതിൽ ഉൾപ്പെടുന്നു. മറ്റെല്ലാ ആ ബാലവി കബീലയിലുള്ള എല്ലാ സയ്യിദന്മാരും അതിൽ ഉൾപ്പെടുകയാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ മോമിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഇബ്ലീസിൻ്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇമാമ